മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നത്തെ തെരച്ചിൽ ഒരു മൃതദേഹവും 4 ശരീരഭാഗങ്ങളും കണ്ടെത്തിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പരിശോധന നാളെയും തുടരും. താൽക്കാലിക പുനരധിവാസത്തിനായി വാടക വീടുകൾ സംഘടിപ്പിക്കാൻ ഊർജിത ശ്രമം നടക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. നേരത്തെ സൺറൈസ് വാലിയുടെ പ്രദേശത്ത് കഡാവർ ഡോഗ്സിന്റെ സഹായത്തോടു കൂടിയിട്ടുള്ള ഇന്നത്തെ പരിശോധനയുടെ ഭാഗമായി നേരത്തെ പറഞ്ഞ ബോഡി പാർട്ടിൽ ഒരു ബോഡി പാർട്ട് കണ്ടെത്തിയത് ആ മേഖലയിൽ നിന്നാണ്. ബോഡി പാർട്ടും കുറച്ച് മുടിയുടെ ഭാഗങ്ങളും ചെറുതായി മാംസകഷ്ണങ്ങളും ഉൾപ്പെടെ ലഭ്യമായി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇത്രയും പേരെ താമസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വാടക വീടുകൾ സജ്ജമാക്കും. അതോടൊപ്പം ബന്ധു വീടുകളിൽ പോകാൻ കഴിയുന്നവർക്ക്, അതാണ് താല്പര്യം എന്ന് തോന്നുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. പേരുകളുമായി മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, ഇന്നത്തെ തെരച്ചിൽ എങ്ങനെ നടന്നു? നാളെ എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് തെരച്ചിൽ ഉണ്ടാവുക? പ്രത്യേകമായി ഇന്ന് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് 9ാം ദിവസവും തെരച്ചിൽ സജീവമായി തന്നെ നടന്നു. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ചൂരൽമല ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളായി 6 സെക്ടറുകളായി തന്നെ പരിശോധനകൾ നടന്നു. ഇന്ന് ഇവിടുന്ന് അതേസമയം ഏതെങ്കിലും മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ഒന്നും തന്നെ കിട്ടിയില്ല. അതേസമയം ചാലിയാറിൽ നിന്നാണ് ഇന്നൊരു മൃതദേഹവും 3 ശരീരഭാഗങ്ങളും കിട്ടിയത്. അതോടൊപ്പം തന്നെ സൺറൈസ് വാലിയിൽ നടത്തിയ ഹെലികോപ്റ്റർ മുഖേന നടത്തിയ തെരച്ചിലിൽ ഒരു ശരീരഭാഗം കിട്ടി. അങ്ങനെ ആകെ ഇന്ന് ഒരു മൃതദേഹവും 4 ശരീരഭാഗങ്ങളുമാണ് ഇന്നത്തെ തെരച്ചിലിൽ കിട്ടിയത്. അതേസമയം നാളെയും സജീവമായി തന്നെ തെരച്ചിൽ തുടരുമെന്ന് മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗത്തിന് ശേഷം മന്ത്രിമാർ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് സൺറൈസ് വാലിയിൽ തെരച്ചിൽ ഇന്നൊരു മൃതദേഹ ഭാഗം കിട്ടിയിരുന്ന പശ്ചാത്തലത്തിൽ നാളെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. സൈന്യത്തിന്റെ കഡാവർ നായയുടെ സഹായത്തോടുകൂടിയാണ് അവിടെ തെരച്ചിൽ നടത്തുക. അതോടൊപ്പം തന്നെ ബാക്കി മുണ്ടക്കൈ ഉൾപ്പെടെ സ്ഥലങ്ങളിലും തെരച്ചിൽ നടത്തും. അതോടൊപ്പം ഈ ഒരു ദുരിതബാധിതർക്ക് അവർക്ക് ആശ്വാസം നൽകുന്ന നടപടികളിലേക്കും സർക്കാർ കടന്നിട്ടുണ്ട്. അവർക്ക് റേഷൻ കാർഡ് നഷ്ടപ്പെട്ടവർക്ക് റേഷൻ കാർഡ് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അവർക്ക് ആ റിപ്പോർട്ട് ചെയ്താൽ ആ സംബന്ധ പരിശോധന നടത്തിയതിനു ശേഷം അവിടെ നിലവിൽ തന്നെ റെക്കോർഡുകൾ, അതിന്റെ രേഖകൾ റേഷൻ വകുപ്പിലുള്ള സാഹചര്യത്തിൽ അവർക്ക് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യും. ഇന്ന് ഉദ്ഘാടനം നടന്നു. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റുകൾ വിതരണത്തിന്റെ ഭാഗമായി ഇന്ന് SLC സർട്ടിഫിക്കറ്റ് ഒരു വിദ്യാർത്ഥിക്ക് നൽകി ആ സർട്ടിഫിക്കറ്റ് വിതരണ നടപടികളും തുടങ്ങിയിട്ടുണ്ട്. ഇനി പുനരധിവാസത്തിലേക്കാണ് സർക്കാരിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിന്റെ ആദ്യ ഭാഗം എന്ന നിലയിൽ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വിടുന്ന ആൾക്കാർക്ക് ഒരു പുനരധിവാസത്തിന്റെ ഭാഗമായി പുതിയ വീട് ഉണ്ടാകുന്നതുവരെ താൽക്കാലിക വീടുകൾ, വാടകയ്ക്ക് വീടുകൾ എടുത്തു കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ വാടക പൂർണ്ണമായി തന്നെ എപ്പോഴാണോ അവർക്ക് ഇറങ്ങേണ്ടി വരിക അതുവരെയുള്ള വാടക സർക്കാർ നൽകാൻ തീരുമാനിച്ചു. ഇത്തരത്തിൽ താൽക്കാലിക വീടുകൾ, താൽക്കാലികമായ പുനരധിവാസം ഒരുക്കുന്നതിൽ പല സന്നദ്ധ സംഘടനകളും പാർട്ടികളൊക്കെ തന്നെ വാടക വീട് എടുത്ത് നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അത് സർക്കാർ പരിഗണിക്കും. അതൊഴികെയുള്ള മുഴുവൻ വാടകയും സർക്കാർ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതായത് പുനരധിവാസ പദ്ധതികളിലേക്ക് തെരച്ചിൽ നടപടികൾ ഒരു വശം നടക്കുമ്പോൾ തന്നെ പുനരധിവാസ നടപടികളിലേക്ക് സർക്കാർ കടന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. എന്തായാലും നാളെ ഇതേ അളവിൽ തന്നെ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചാലിയാർ വിവിധ ഭാഗങ്ങളിലും കൂടുതൽ ആളുകളെ നിയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലിലേക്ക് നാളെയും നടക്കും. ശരി അസ്ലം.